ഹായ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് LP-UP അസിസ്റ്റന്റിന്റെ സിലബസ് എങ്ങനെ 45 ഡേയ്സിൽ ഫിനിഷ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പറയുന്ന എൻ്റയർ സിലബസ് 45 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമുക്കറിയാം വളരെ എളുപ്പമുള്ളൊരു എക്സാം ആയിരിക്കും. കാര്യം കോമ്പറ്റീഷൻ വളരെ കുറവാണ് LP-UP അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേന്. കാര്യം നമുക്കറിയാം ആ ഒരു ക്വാളിഫിക്കേഷൻ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു സ്ട്രാറ്റജി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ ഒക്കുന്ന ഒരു എക്സാം വേണം. പേടിക്കേണ്ടതായിട്ട് ഒന്നും ഉള്ളൊരു എക്സാം അല്ല LP-UP അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് നെറ്റ് എക്സാം ഒക്കെ എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് ഈ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ചൈൽഡ് സൈക്കോളജി ഒരു സെക്ഷൻ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് നെറ്റ് എക്സാം ഒക്കെ വരുന്നതിനകത്ത് അതിപ്പോൾ ഏത് ടോപ്പിക് എടുത്ത് നെറ്റ് എക്സാം എഴുതിയാലും ഞാൻ പറഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സിനകത്ത് തന്നെ നെറ്റ് എക്സാം എഴുതുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ചൈൽഡ് സൈക്കോളജി എന്നുള്ള സെക്ഷൻ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക, അത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഓൾറെഡി LDCയുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി ചെയ്ത് ആണ്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ LSTSന്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ നേരത്തെ തുടങ്ങിയതാണ്. LSTSന്റെ സ്റ്റഡി ടൈം ടേബിൾ അത് ഫിനിഷ് ചെയ്ത് ഞാൻ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതിനകത്ത് കോളംസ് എങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കാം. അത് കണ്ടിട്ടില്ലാത്തവരെ ഞാൻ ഉദ്ദേശിച്ചത് LDC LSTS കൂടി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ടൈം ടേബിൾ ഒന്ന് നോക്കുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ടൈം ടേബിൾ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് കുറെ 45 ഡേയ്സിനുള്ളിൽ പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഫുൾ ടൈം ടേബിൾ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ചെയ്താലും മതി കേട്ടോ. കാര്യം അതിനകത്തുള്ള ഓരോ കോളംസും എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ഞാൻ ഓരോ കോളംസ് എന്താണെന്ന് ആദ്യം പറഞ്ഞു തരാമേ. ഇതിനാന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ എല്ലാ കോളത്തിനകത്തും അപ്പൊ എല്ലാ ഡേയും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, റിവിഷൻ എന്നൊരു കോളം വെച്ചിട്ടാണ്. റിവിഷൻ എന്നൊരു കോളം വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ ഇന്ന് പഠിച്ചത് നാളെ ഒരു ദിവസം വരും. അപ്പം ഇന്ന് പഠിച്ച സംഭവം പിറ്റേ ദിവസം രാവിലെ റിവൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ബാക്കി പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കോളത്തിൽ റിവിഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിലെ റിവിഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പ്രീവിയസ് ഡേ പഠിച്ച സംഭവം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ളത് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ബേസിക്കലി 1 2 3 ഞാൻ ഇതിനകത്ത് 5 കോളംസ് ചെയ്യണത്തുള്ളൂ. നമുക്കറിയാം 5 hours ഒന്നുമല്ല, നിങ്ങൾ ഓരോ ടോപ്പിക്കും ഒരു ദിവസം ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് 5 hour കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ 5 hour എടുത്ത് കവർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുത്തിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് എത്ര സമയം എന്ന് എഴുതാതെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം അവരെടുത്താൽ അത് അങ്ങനെ ഫിനിഷ് ചെയ്യുക. പിന്നെന്താണ്, ഞാനത് ഓരോന്നും പറയാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഈ 20 മാർക്സിന് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നൊരു സെക്ഷൻ ഉണ്ട് അല്ലേ. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ള 20 മാർക്കിന്റെ 25 ടോപ്പിക്സ് ഉണ്ട്. അതിനകത്ത് 25 ടോപ്പിക്സ് ഉണ്ട് 20 മാർക്സിന്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ഞാൻ റിവിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മിക്കവാറും എല്ലാ ടോപ്പിക്സിനും 2 ദിവസം വെച്ച് തന്നെയാണ് സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഓർക്കുക, ഈ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ള ടോപ്പിക്ക് കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അല്ലെങ്കിൽ നെറ്റ് എക്സാമിന് ഈ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ഒരു സെക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ആ നെറ്റ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയോ ഈ ഒരു ടോപ്പിക്ക് നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനകത്തുള്ള മാർക്ക് പോകത്തില്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് പഠിക്കുക. ഞാൻ ആ ഒരു ഫുൾ കോളം എല്ലാ ദിവസവും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയുടെ സെക്ഷൻ ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഉള്ളതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഈ ഓർഡറിൽ തന്നെ പഠിക്കണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം ഏതാണ്, ആ സമയത്ത് ഈ പറഞ്ഞ മാർക്ക് കൂടുതൽ സബ്ജക്ട്സ് പഠിക്കുക. അപ്പം ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സിലബസ് അനുസരിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്ഷനിലായി ഇട്ടിരിക്കുന്നത്. അങ്ങനെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിന്റെ അവർ മാറ്റി ഇടുക കേട്ടോ. പക്ഷേ ടോപ്പിക്സ് തെറ്റിക്കരുത്. കാര്യം ടോപ്പിക്സ് ഇങ്ങനെ പോയില്ലെങ്കിൽ തീരത്തില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ളൊരു ടോപ്പിക്ക് BEd Medകാർക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് പഠിക്കുക കേട്ടോ. അതാണ് ഫസ്റ്റ് സംഭവം എന്ന് പറയുമ്പോൾ. ഇനിയും ഈ പറഞ്ഞ മാത്സിന്റെ സെക്ഷനാണ്. മാത്സിന് മാർക്ക് കളയാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള PSC എക്സാംസിന്റെ സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ മാത്സിന്റെ ടോപ്പിക്സ് എളുപ്പമാണ്. കാര്യം കുറെ സംഭവം ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നൊക്കെയുള്ള സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഈ ഒരു ക്വാളിഫിക്കേഷൻ, ഈ ഒരു എക്സാമിലെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഒബിയസ്ലി അറിയേണ്ട സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ മാത്സ് ഒരു കാരണവശാലും പാടില്ല. ആരെങ്കിലും പാടാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു കറക്റ്റ് ഇൻഫോർമേഷൻ ഒന്നുമല്ല. മാത്സ് എന്ന് പറഞ്ഞ സെക്ഷൻ വളരെ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു, ഇത് 10 വരെയുള്ള പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സംഭവങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് മാത്സ് പഠിക്കുക. ഒരു മാർക്ക് പോലും മാത്സിന് കളയാതെ കേട്ടോ. 15
മാർക്സ് മാത്സിനാണ് വരുന്നത്. ഈ മാത്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4-5 ടോപ്പിക് കഴിയുമ്പോൾ റിവിഷൻ ഇട്ടിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകത്തില്ല കേട്ടോ മാത്സിന്റെ കേസിൽ. ഇനി പറഞ്ഞ സയൻസിനും 20 മാർക്സ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതെന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള SSCRT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, അതിനകത്ത് അതേ ടോപ്പിക്സ് ഫുള്ളുള്ളതാണ്. അതുകൊണ്ട് അത് കറക്റ്റ് പഠിക്കുക. അതിന് ഈ പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു നിയർലി 45 ഡേയ്സ് നമ്മൾ ഇട്ടിരിക്കുന്ന 45 ഡേയ്സോളം തന്നെ എന്ത് വരുന്നുണ്ട്, നിയർലി എത്രയാണ്, ഈ പറഞ്ഞിട്ടുള്ള എത്രയാണ് 37 ഡേയ്സ് വരെ സയൻസിന്റെ സെക്ഷനും വരുന്നുണ്ട്. എന്നാലേ അത് കവർ ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നോക്കുക കേട്ടോ സിലബസിനകത്തെ. നെക്സ്റ്റ് സെക്ഷൻ എന്താണ്, ഇതിനകത്ത് ഹിസ്റ്ററിയുടെ സെക്ഷൻ അല്ലേ. ഇതിനകത്ത് കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് സർവേ ഓഫ് കേരള ഹിസ്റ്ററി ടെക്സ്റ്റ് വായിക്കുന്നതാണ്. അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല, കാര്യം അത്രയും ടോപ്പിക്ക് ആ ഒരു സെക്ഷനകത്ത് ഉള്ളതാണ്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശി റിവോൾട്ട്, കുറിച്യ റിവോൾട്ട് ഒക്കെ അതിനകത്ത് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചാപ്റ്റർ നിങ്ങൾ 26, 27, 28 ആ 3 ചാപ്റ്റേഴ്സ് സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്കകത്ത് നോക്കുക. അതിനകത്ത് തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റിവോൾട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം, ടെമ്പിൾ പ്രൊക്ലമേഷൻ, അതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് വേലുത്തമ്പി ദളവയും പാലിയർ തച്ചന്റെയും സെക്ഷൻ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്കകത്ത് ഉള്ളതാണ്. ഞാനത് അത് തന്നെ പറയാൻ കാര്യം ഒരു മാർക്ക് പോലും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരള ഹിസ്റ്ററിക്കകത്ത് പറഞ്ഞിട്ടുള്ള ഫുൾ ടോപ്പിക്സ് സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്കകത്തുള്ളതാണ്. അതുകൊണ്ട് അത് തന്നെ പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ റെനൈസൻസ് ലീഡേഴ്സിന്റെ സെക്ഷനും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ടെമ്പിൾ ആൻഡ് പ്രൊക്ലമേഷൻ ഒക്കെ വരുന്ന സർവേ ഓഫ് കേരള ഹിസ്റ്ററി ചാപ്റ്ററിനകത്ത് തന്നെയാണ് ഈ പറഞ്ഞ റെനൈസൻസ് ലീഡേഴ്സിന്റെ കേസ് ഉള്ളത്. അതുകൂടെ വായിച്ചു നോക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെ തന്നെ ഹിസ്റ്ററി പഠിക്കുക. ഹിസ്റ്ററിയൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കേരള ഹിസ്റ്ററി സെക്ഷൻ മറ്റ് എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സെക്ഷൻ നിങ്ങൾ SSCRT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക കേട്ടോ. അതെന്ന് പറയുമ്പോൾ എന്താണ് നമുക്കിപ്പം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നും മറ്റേ വലിയ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഒന്നും പഠിക്കേണ്ട. ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് SSCRTക്ക് അതിനകത്ത് പഠിക്കുക. അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അതിനകത്ത് വേറെ ഒന്നും അതിനകത്ത് പറയുന്നില്ല എടുത്ത്. ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇതിനകത്തെല്ലാം കറണ്ട് അഫെയർ നോക്കിയിട്ടേ പോകാവൂ. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഈ പറഞ്ഞ ഭഗത് സിംഗിനെ കുറിച്ച് കുറെ ടോപ്പിക്സ് SSCRTക്കകത്തുള്ളതാണ്. എന്ന് പറയുമ്പോൾ റെനൈസൻസ് ലീഡേഴ്സ്, ഇന്ത്യൻ റെനൈസൻസ് ലീഡേഴ്സ് ഒരു സെക്ഷൻ അല്ല, നമുക്ക് എന്താണ് ഇച്ചിരി ഹയർ ലെവൽ എക്സാംസിന് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ള സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ബാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ISROയുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ഉറപ്പാണ് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. കാരണം ഈ പറഞ്ഞ എല്ലാ അപ്ഡേറ്റഡ് സിലബസിനകത്തും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ISROയുടെ റീസെന്റ് ആയിട്ടുള്ള മിഷൻസ് കറക്റ്റ് പഠിക്കാനായിട്ട് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ ലാൻഡർ ഓവറിന്റെ ഒക്കെ സെക്ഷനും അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്ത കമ്പോണൻസിന്റെ ഒക്കെ പേരും കറക്റ്റ് ഒന്ന് പഠിക്കുക. കാരണം അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടേ. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അറിയാലോ, അതിനകത്ത് റിവിഷൻ എല്ലാത്തിനും റിവിഷൻ ഇട്ടിട്ടുണ്ട്. അതിനുള്ള ഇളം പച്ചക്കളറിനകത്ത് എന്ന് പറയുമ്പോൾ ഫുൾ റിവിഷൻ ടോപ്പിക്സ് ആണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് പോവുക. നമ്മൾ ഈ പറഞ്ഞ ജനറൽ ഇംഗ്ലീഷിനും ടോപ്പിക്സ് എല്ലാ സബ്ജക്റ്റിനും നമ്മൾ റിവിഷൻ ഇട്ടിട്ട് തന്നെയാണ് പോയി. ഇനി നോക്കി ഈ മലയാളത്തിന്റെ ടോപ്പിക്സ് ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടില്ല കേട്ടോ. മലയാളത്തിന്റെ ടോപ്പിക്ക് സെപ്പറേറ്റ് എടുത്ത് എഴുതിയിട്ടില്ല. നോക്കുക, മലയാളം സെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ ഒക്കുന്ന രീതിയിൽ മലയാള സെക്ഷൻ കവർ ഇടുക. മലയാളം അതിനകത്ത് എഴുതില്ല, ബാക്കി എല്ലാ സെക്ഷനും എഴുതിയിട്ടുള്ള നോക്കിയിരിക്കുക. അപ്പോൾ ഇതാണ് ഈ ടൈം ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ 40 ഡേയ്സ് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്തിട്ട് ഒരു 3 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 ഡേയ്സ് അതിനകത്ത് സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്ജക്ട്സിനെയും കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ടൈം ടേബിളുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ടൈം ടേബിൾ നോക്കി പോയി കഴിഞ്ഞാൽ സിലബസ് തീരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. 45 ഡേയ്സ് എന്തുകൊണ്ട് 60 ഡേയ്സ് ഇട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ സിലബസ് ഫിനിഷ് ചെയ്യുന്നു അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 45 ഡേയ്സിൽ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അതെല്ലാം ടൈം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്സും ഡബിൾ ഡേറ്റ് എടുത്ത് പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾ ഞാൻ ഒരു 45 ഡേയ്സ് വേണ്ട, ഞാൻ പറഞ്ഞു 30 ഡേയ്സിൽ തീരുന്ന സംഭവങ്ങളുണ്ട്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ് 45 വന്നത് തന്നെ. നിങ്ങൾക്ക് ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു ഒരു ടോപ്പിക്കിന് ഞാൻ എടുത്തതിനേക്കാളും ഒരു ദിവസം കൂടുതൽ എടുത്താൽ പോലും എന്ത് ചെയ്യുക, ഒരു 60 ഡേയ്സിനുള്ളിൽ ഇത് ഫുൾ സിലബസ് ഫിനിഷ് ആകട്ടെ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ചൈൽഡ് സൈക്കോളജി എന്നുള്ള എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി എന്നുള്ള സെക്ഷൻ കറക്റ്റ് പഠിക്കുക. ഞാൻ പറഞ്ഞു സയൻസിനകത്ത് ഒരു മാർക്ക് പോലും കളയാതിരിക്കുക കേട്ടോ. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാത്സും ഒന്നും അല്ല ഞാൻ എത്തിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് പഠിക്കുക. ടൈം ടേബിളിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് എടുത്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അതിനനുസരിച്ച് അത് മോഡിഫൈ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് കേട്ടോ. താങ്ക് യു സോ മച്ച്.